ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കഴിഞ്ഞ സിഫത്തു സ്വലാത്താണ് വിശദീകരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ രൂപവും രീതിയും. അതിൽ ഏതാനും ഹദീസുകളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. അതിലൊരു മസ്അല നമുക്ക് പറയാം എന്ന് പറഞ്ഞത് ഈ നിസ്കാരത്തിൽ എഴുത്തിദാലിൽ കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് റുക്കോവിന് മുമ്പ് നമ്മൾ കൈകെട്ടും. ആ വിഷയത്തിൽ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹുവിൻ്റെ ഹദീസ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു പറയാണ്, സല്ലൈതു വറാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവദഅ യദഹു യംന അലൽ യുസ്റ അലാ സദ്രിഹി. നെഞ്ചത്ത് റസൂലുള്ള കൈ കെട്ടിയതിനെക്കുറിച്ചുള്ള ഹദീസ് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മസാല പറഞ്ഞു. അപ്പോൾ അതേസമയം അത് റുക്കുവിന് മുമ്പാണ്. എന്നാൽ റുക്കുവിന് ചെയ്തതിന് ശേഷം കൈ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് കൈ കെട്ടാമോ ഇല്ലേ, പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു മസാലയാണ്, വിശിഷ്യ ഈ ആധുനികതയിൽ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഹദീസിൽ കാണാൻ ഖാനന്നാസ് യുമറൂൻ അയ്യദഅ-റജുലു അല്ലെങ്കിൽ അയ്യദഅ-അൽ-മർഉ യദഹുൽ യുംന അലൽ യുസ്റ ഫീ സലാത്തിഹി. ഒരു വ്യക്തി നമസ്കാരത്തിലായാൽ അവൻ്റെ കൈ ഇടത് കൈയിന്മേൽ വലത് കൈ വെക്കാൻ നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോൾ നിസ്കാരത്തിൽ ജനങ്ങൾ ഇടത് കൈയിന്മേൽ വലത് കൈ വെക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്, സഹിയായ ഹദീസ്. അതേപോലെ തന്നെ വായിൽ റളിയല്ലാഹു തആലയുടെ ഹദീസ്, റസൂലുള്ളാഹിൻ്റെ പിന്നിൽ നിസ്കരിച്ചപ്പോൾ റസൂലുള്ള വലത് കൈ ഇടത് കൈയിന്മേലായി വെച്ചു എന്നാണ്. മനസ്സിലായില്ലേ? ഈ ഹദീസൊക്കെ അറിയിക്കുന്നത് കൈ കെട്ടണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരത്തിൽ അതിൻ്റെ നൃത്തം ഉണ്ടല്ലോ, നൃത്തത്തിൻ്റെ ഹാലിലാണ്. റുക്കുവിന് മുമ്പ് നിർത്താണ്, റുക്കുവിന് ശേഷവും നിർത്താണ്. അതുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, കൈ കെട്ടണം. അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കൈ കെട്ടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് തെളിവായിട്ട് പറഞ്ഞത്. എന്നാൽ കൈ കെട്ടാതെ തൂക്കിയിടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരത്തിൻ്റെ രീതി വിശദീകരിച്ച സഹാബികളുണ്ട്. ആ സഹാബികളാണ് കുറേ നമ്മളിവിടെ മനസ്സിലാക്കി മുൻ ക്ലാസ്സുകൾ. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുക്കൂയിൽ നിന്ന് ഉയർന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹത്താ യസ്തവിയ ഖായിമൻ നേരെ നിന്നു, അല്ലെങ്കിൽ ഹത്താ യഅ്തദില ഖായിമൻ, ഇങ്ങനെയല്ലാതെ കൈ കെട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് വിശദീകരിച്ച് ഒരു റാവിയും ഇഅ്തിദാലിൻ്റെ സമയത്ത് കൈ കെട്ടി എന്നുള്ളത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അയിമ്മത്തുകൾ അവരൊക്കെ ഈ മസല വിശദീകരിച്ചപ്പോൾ കൈ കെട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇഅ്തിദാൽ കൈ കെട്ടണം എന്ന് പറഞ്ഞില്ല. കാരണം റാവിമാരും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ തഖീർ നൽകിയിട്ടുണ്ട്. അതായത് കൈ കെട്ടേണ്ടവർക്ക് കൈ കെട്ടാം, അല്ല തൂക്കിയിടേണ്ടവർക്ക് തൂക്കിയിടാം. അതല്ലാതെ ഇമാം ഷാഫിഈ ആകട്ടെ, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ആകട്ടെ, ഇമാം മാലിക് ഇബ്നു അനസ് അൽ-അസ്ബഹി ആകട്ടെ, ഇവരാരും എന്ത് ചെയ്തില്ല, കൈ കെട്ടണം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അയിമ്മത്തുകളിൽ നിന്ന് അങ്ങനെ ഒരു വിശദീകരണം വന്നത് കാണാനും സാധ്യമല്ല. ഇവരല്ലാത്ത ഇമാംമാരിൽ നിന്ന് കൈ കെട്ടണം എന്നുള്ള ഒരു വിശദീകരണം വന്നത് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കൈ കെട്ടണീനെ കുറിച്ച് പറഞ്ഞത് ബിദ്അത്തുൻ ദലാല എന്നാണ്, വഴികെട്ട ബിദ്അത്ത് എന്നാണ്. മനസ്സിലായി? ആ രീതിയിലാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ പല പണ്ഡിതന്മാരുടെ അടുക്കലും ഈ മസല ഒരു ഗവേഷണാത്മകമായ ഇജ്തിഹാദിയായ മസലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ തെളിവുകളുണ്ടല്ലോ, ജനങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ കൈ കെട്ടാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ വായിൽ റളിയല്ലാഹുവിൻ്റെ ഹദീസ്, നിസ്കാരത്തിൽ റസൂലുള്ള കൈ കെട്ടി എന്നുള്ള ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വല്ലവരും കൈ കെട്ടണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിനനുസരിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിദേഹത്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ശരിയോടടുത്ത അഭിപ്രായം കൈ തൂക്കിയിടുക എന്നുള്ളതാണ്. ഇഅ്തിദാലിൽ കൈ തൂക്കിയിടുക എന്നുള്ളതാണ് ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിൻ്റെ രീതി വിശദീകരിച്ച് ഒരു റാവിയും എന്ത് ചെയ്തിട്ടില്ല, കൈ കെട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇഅ്തിദാലിൽ. ഈ സിഫത്തു സ്വലാത്തിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസുകളെ വിശദീകരിച്ച പൂർവ്വകാല പണ്ഡിതന്മാരാരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഇഅ്തിദാലിൽ കൈ കെട്ടണം എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് അതിൽ തഖീറിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയോടടുത്ത അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഅ്തിദാലിൽ കൈ തൂക്കിയിടുക എന്നുള്ളതാണ്.
വായിൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് റിപ്പോർട്ട് ചെയ്ത സൂക്ഷ്മമായി റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽപ്പെട്ടവരാണ്. അത് പിന്നെ അതിൻ്റെ ഇരുത്തം സുജൂദ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഷെയ്ഖ് ഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ എല്ലാ ഹദീസുകളെയും ബുലൂഗുൽ മറാമിൽ കൊണ്ടുവന്നിട്ടില്ല, എല്ലാ ഹദീസുകളും കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായി? ചില ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ട് ബുലൂഗുൽ മറാമിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ഇപ്പോൾ പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയ മഹാനാണ്. ഏറ്റവും നല്ല ഷറഹും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. മനസ്സിലായി? സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസുകൾ മുഴുവനും ഇവിടെ വന്നിട്ടില്ല, വന്നിട്ടില്ല. ഏതാനും ഹദീസുകളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ബുലൂഗുൽ മറാം രചിക്കാൻ അതൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് പിന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ മകനെ ഉദ്ദേശിച്ചിട്ടാണ്, മകന് നമുക്കല്ല ഉദ്ദേശിച്ചിട്ടാണ് ഈ രചന. നമ്മൾ കുറേ ഇവിടെ വിശദീകരിച്ചൊരു വിഷയമാണ്. ഏതായാലും ഇനി പിന്നെ ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ വന്നത്. ആ വിഷയത്തിൽ ഏതാനും ഹദീസുകൾ. ഇനി പിന്നെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ചില ഹദീസുകൾ കൂടിയാണ് ഇതിൽ ഉള്ളത്. അതിൽ നമ്മൾ 7 ഹദീസുകൾ എഴുതി. ആ ഹദീസുകൾ കൂടുതൽ വിശദീകരിക്കാനില്ല, അതുകൊണ്ടാണ് കൂടുതൽ എഴുതിയത്. ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാ ഇബ്നു അബി ഔഫൻ്റെ ഹദീസാണ് അല്ലേ. ഞാൻ റാവിനെ എഴുതിയിട്ടില്ല, അതേപോലെ തഖ്രീജും എഴുതിയിട്ടില്ല. ഞാനിവിടെ വായിച്ചു പറഞ്ഞു പോവാം. അൻ അബ്ദില്ലാ ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു ഖാൽ അല്ലേ. അബ്ദുല്ലാ ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു ഖാൽ ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇന്നി ലാ അസ്തതിഉ അൻ ആഖുദ മിനൽ ഖുർആനി ശൈഅൻ ഫഅല്ലിംനി മാ യുജ്സിഉനി മിൻഹു ഫഖാല ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇവിടെ വിട്ടുപോയി. അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഉണ്ട്. ഖലാസ് അവിടെ കുത്തിര طيب إلا بالله العلي العظيم. الحديث حديث رواه الإمام أحمد وأبو داود والنسائي وصححه ابن حبان والدارقطني والحاكم. طيب അബ്ദുള്ള ഇബ്നു അബി ഔഫ അദ്ദേഹത്തിൽ നിവേദനം. അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അബ്ദുള്ള ഇബ്നു അബി ഔഫ അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പയും സഹാബിയാണ്. അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പേര്, അബി ഔഫ വാപ്പാൻ്റെ പേര് അബു ഔഫ. അത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, വാപ്പാൻ്റെ വിളിപ്പേരാണ് അബു ഔഫ. വാപ്പാൻ്റെ പേര് അൽഖമ ഇബ്നു ഖാലിദ് എന്നാണ്. അൽഖമ ഇബ്നു ഖാലിദ് ബനു അസ്ലം ഗോത്രക്കാരാണ് അവർ. അതുകൊണ്ടാണ് അബ്ദുള്ള ഇബ്നു അബി ഔഫ അൽഖമ ഇബ്നു ഖാലിദ് അൽ അസ്ലമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അൽ അസ്ലമി ബനു അസ്ലം ഗോത്രക്കാരനാണ്. ഈ പിന്നെ ബനു അസ്ലം ഗോത്രത്തിൽ നിന്ന് അബ്ദുള്ള ഉണ്ടല്ലോ പിന്നെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് സക്കാത്ത് കൊണ്ടുവരുന്നുണ്ട് മകന്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ വാപ്പിയും കൊണ്ടുവന്ന സക്കാത്ത് എന്നാണ്. അതായത് അബു ഔഫ എന്ന് പറയുന്ന വാപ്പടല്ലോ അൽഖമ ഇബ്നു ഖാലിദ്, അദ്ദേഹം സക്കാത്ത് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഈ അബ്ദുള്ളയും സക്കാത്ത് കൊണ്ടുവന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ സക്കാത്ത് ആര് കൊണ്ടുവന്നാലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലി അലൈഹിം, അല്ലാഹുമ്മ സല്ലി അലൈഹിം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം. സക്കാത്ത് സ്വീകരിക്കുമ്പോൾ അവർക്ക് സലാത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ആര് സക്കാത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അല്ലാഹുമ്മ സല്ലി അലൈഹിം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഈ പിന്നെ ഇബ്നു അബി ഔഫൻ്റെ അബു ഔഫൻ്റെ സക്കാത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ, അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ, അബു ഔഫൻ്റെ കുടുംബത്തിന് അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ദുആ ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നു. അബു ഔഫ സഹാബിയാണ്. അതേപോലെ തന്നെ മകനും ഈ അബ്ദുള്ളയും സഹാബിയാണ്. ചില റിവായത്തുകളിൽ കാണാം അബ്ദുള്ള പറയാണ്, റസൂലുള്ളാഹിനോടൊപ്പം ഞാൻ 7 യുദ്ധത്തിൽ പങ്കെടുത്തു, ജറാദായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ജറാദ് പറഞ്ഞാൽ എന്താ? വെട്ടുകിളി. ജറാദ് ആയിരുന്നു ഞങ്ങൾ ഭക്ഷിച്ചിരുന്നത്. 7 യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സന്ധിച്ചിട്ടുണ്ട് എന്ന് അബ്ദുള്ള പറയുന്നുണ്ട്. ഏതായാലും ഈ അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഹിജ്റയുടെ 86 അല്ലെങ്കിൽ 87 അദ്ദേഹത്തിൻ്റെ മരണം. അബ്ദുള്ള ഇബ്നു അബി ഔഫൻ്റെ മരണം.
അദ്ദേഹം പറയാണ്, ജാ റജുലൻ ഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. ഫഖാല, എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, ഇന്നി ലാ അസ്തതിഉ അൻ ആഖുദ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ലാ അസ്തതിഉ, എനിക്ക് സാധിക്കുന്നില്ല, അൻ ആഖുദ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സ്വീകരിക്കുവാൻ, ഷൈഅൻ, ഒന്നും. ഖുർആനിൽ നിന്നൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ബൈഹാർട്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ബൈഹാർട്ടാക്കിയിട്ട് മനപ്പാടാക്കിയിട്ട് ഓതാൻ കഴിയുന്നില്ല എന്ന അർത്ഥത്തിലാണ് അയാൾ പറയുന്നത്. അദ്ദേഹം ഒരു അറാബിയാണ്, ഗ്രാമീണനാണ്, വയസ്സയിക്കണ്. അപ്പോൾ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ജാ റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അയാൾ പറഞ്ഞു, ഇന്നി ലാ അസ്തതിഉ അൻ ആഖുദ മിനൽ ഖുർആനി ഷൈഅൻ, ഖുർആനിൽ നിന്നൊന്നും പഠിച്ച് പാഠമാക്കിയിട്ട് ഓതാൻ എനിക്ക് സാധിക്കുന്നില്ല. ഫഅല്ലിംനി, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയണേ, എന്നെ പഠിപ്പിക്കണം. ഫഅല്ലിംനി, അതിനാൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. മാ യുജ്സിഉനി മിൻഹു, ഖുർആനിൽ നിന്ന് എനിക്ക് മതിയായത്. ഖുർആനിൽ നിന്ന് എനിക്ക് മതിയായതാണ്, അല്ല അസ്തഗ്ഫിറുല്ലാഹ്, ഖുർആനിൽ നിന്നല്ല, ഖുർആനിനെ തൊട്ട് എനിക്ക് മതിയായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതണ്ടേ, സൂറത്തുൽ ഫാത്തിഹ ഓതണം, അത് നിർബന്ധമല്ലേ. ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതാനും പോലും കഴിഞ്ഞില്ല, വയസ്സായ ആളാണ്, വൃദ്ധനാണ്. അതുകൊണ്ട് ഖുർആനിന് പകരം എനിക്ക് മതിയായത് വല്ലതും നിങ്ങൾ പഠിപ്പിക്കണം. അതാണ് ഫഅല്ലിംനി, നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. മാ യുജ്സിഉനി, എനിക്ക് മതിയായത്, മിൻഹു, ഖുർആനിനെ തൊട്ട്. ഖുർആൻ ഓതി പഠിച്ചിട്ട് ഓതാൻ കഴിയില്ല, അത്ര വൃദ്ധനാണ്. അതുകൊണ്ട് അതിന് പകരം നിസ്കാരത്തിൽ ചൊല്ലാൻ വല്ലതും പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നിസ്കാരത്തിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്, റുക്കൂവിലും സുജൂദിലും നൃത്തത്തിലും ഒക്കെ ഇത് പറയാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഇത് പറയാൻ പറഞ്ഞു. അൽ ഹദീസ്, ഈ ഹദീസിന് ഇനിയുണ്ട്, ബാക്കി ഭാഗമുണ്ട്. ഇവിടെ ഇബ്നു ഹജർ ഇതുവരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും ഇമാം നസായിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസ് എന്തിനെ കൊണ്ടുവന്നതെന്നറിയോ? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം നമ്മൾ പറഞ്ഞു. ഫാത്തിഹ ഓതാത്തവർക്ക് എന്തില്ല? നിസ്കാരമില്ല എന്ന് പറഞ്ഞു. നിസ്കാരമില്ല. അപ്പോൾ ഒരാൾക്ക് ഈ ഫാത്തിഹ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പോൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അതേപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തി ഓതാനും നോക്കാനൊന്നും കഴിയാത്ത ആളുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് അതിന് പകരം എന്ത് മതി? തസ്ബീഹും തക്ബീറും തഹ്മീദും തഹ്ലീലും ഹൗക്കലയും എന്നാണ്. ഹൗക്കല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് മതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹദീസ് പഠിപ്പിക്കണത്. ഈ ഹദീസ് പഠിപ്പിക്കണം. അതിനാണ് ഇവിടെ അത് കൊണ്ടുവന്നത് ഈ അധ്യായത്തിൽ. ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗം ഇമാം അബൂദാവൂദ് മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാൻ സാധിക്കും. ഇതൊരു അറാബിയാണ്, ഗ്രാമീണനാണ്. അപ്പോൾ ഇയാളിതിങ്ങനെ റസൂൽ ഇത് പഠിപ്പിച്ചല്ലേ, പഠിപ്പിച്ചപ്പോൾ അയാളിങ്ങനെ നോക്കി. സുബ്ഹാനല്ലാഹ് എന്ന അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുന്നു, അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, യാതൊരു കഴിവും ശേഷിയും അൽ അലിയും അൽ അദീമുമായ അള്ളാഹുവെ കൊണ്ടല്ലാതെ ഇല്ല എന്നാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയാണ്, വിശ്വാസം അതിനോട് പറയാണ്, ഇതൊക്കെ അള്ളാഹ്ക്കാണ്, എനിക്കെന്താള്ളത്? അത് അയാൾ വയസ്സായ ആളാണ്, മനസ്സിലായില്ലേ, ഗ്രാമീണനാണ്. അപ്പോൾ ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാ, ഇത് ചൊല്ലിയാൽ അതിന് കൂലിയില്ല ഇയാൾക്ക്. ഈ വചനങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മഹത്തായ കൂലിയാണ്, മനസ്സിലായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മെഹറാജിൻ്റെ രാവിലെ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ഉമ്മത്തികളോട് സലാം പറഞ്ഞിട്ട് ഇത് ചെല്ലാൻ പറഞ്ഞു. അത് സ്വർഗ്ഗത്തിൽ കൃഷി ഇറക്കാനുള്ള കൃഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ. മാത്രമല്ല ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇതൊക്കെ ചൊല്ലുകയാണെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സൂര്യൻ ഉദിച്ച ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങളാണ് എന്ത്? ഈ 4 വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേതുകൊണ്ട് തുടങ്ങിയാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ. ബാഖിയാത്ത് സാലിഹാത്താണ് ഇത് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മഹത്തായ കൂലിയുണ്ട്, ബർക്കത്തും ഉണ്ട്. പക്ഷേ ഈ അറാബി ചൊല്ലിയപ്പോൾ ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, എനിക്കെന്താണെന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. അതാണ് ഇവിടെ അൽ ഹദീസ് എന്ന് പറഞ്ഞ് വിശേഷിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ കുൽ, നിങ്ങളിങ്ങനെ പറഞ്ഞോളി, അല്ലാഹുമ്മ ഇർഹംനി അല്ലാഹുമ്മ ഇർസുഖ്നി അല്ലാഹുമ്മ ആഫിനി അല്ലാഹുമ്മ ഇഹ്ദിനി.
അല്ലാഹുമ്മ ഇർഹംനി, അതേപോലെ തന്നെ വർസുഖ്നി വആഫിനി വഹ്ദിനി, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അയാളത് പിടിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമായി. കാരണം എന്താ, അല്ലാഹുമ്മ ഇർഹംനി, അല്ലാഹു നീ എന്നോട് കരുണ കാണിക്കണമേ, അല്ലാഹുമ്മ റിസുഖ്നി, അല്ലാഹു നീ എനിക്ക് റിസ്ക് നൽകണമേ, അല്ലാഹുമ്മ ആഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണമേ, അല്ലാഹുമ്മ ഹ്ദിനി, ഹിദായത്ത് നൽകണമേ. ഇത് അപ്പോൾ മൂപ്പർക്ക് തന്നെയാണ് ഒക്കെ ഇതല്ലേ. അപ്പോൾ മൂപ്പര് അത് കിട്ടിയപ്പോൾ ഇതും ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ പോകുമ്പോൾ പറഞ്ഞ് അയാൾ 2 കൈ നിറയെ ഖൈർ കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ കുല്ലിൻ, ഇവിടെ ഈ ഹദീസ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് സൂറത്തുൽ ഫാത്തിഹ ഓതാനും പഠിക്കാനും കഴിയാത്ത വിധം ഒരാൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചൊല്ലണം എന്നുള്ളത് അറിയിക്കാനാണ്. അതാണ് അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. ഈ ഹദീസിനെ ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം ദാറഖുത്നി, അതേപോലെ തന്നെ ഇമാം അൽ ഹാക്കിം എന്നിവരൊക്കെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. ഇനി അടുത്ത ഹദീസ് അബൂ ഖതാദയിൽ നിന്നുള്ളത് അല്ലേ. അൻ അബി ഖതാദത റളിയല്ലാഹു തആല അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ ഫയഖറഉ ഫിദ്ദുഹ്രി വൽ അസ്രി ഫി റക്അതൈനിൽ ഊലയൈനി ബിഫാത്തിഹത്തിൽ കിതാബ് വസൂറതൈനി വയുസ്മിഉനൽ ആയത അഹ്യാനൻ വയുതവ്വിലു റക്അതൽ ഊല വയഖറഉ ഫിൽ ഉഖ്റയൈനി ബിഫാത്തിഹത്തിൽ കിതാബ്. അല്ലേ, മുത്തഫഖുൻ അലൈഹി. ഇത് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഖതാദയിൽ നിന്നുള്ള ഹദീസാണ്. അൻ അബി ഖതാദ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അബൂ ഖതാദ നമുക്ക് വന്ന റാവിയാണ്. മനസ്സിലായേ. അൽ ഹാരിസ് ഇബ്നു റിബിഇ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബൂ ഖതാദ നമ്മൾ മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂ ഖതാദ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുസല്ലി ബിന, ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കും. റസൂലുള്ളാഹി ഇമാമായിട്ട് ഞങ്ങളെയും കൊണ്ട് യുസല്ലി ബിന, ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കും. ഫയഖറഉ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യും ഫി ദുഹറിലും വൽ അസ്ർ, അസറിലും ഫിർ റക്അതൈനിൽ ഊലയൈൻ, ആദ്യത്തെ 2 റക്അത്തുകളിൽ. റക്അതൈൻ ആണ് 2 റക്അത്തുകൾ, അൽ ഊലയൈൻ എന്ന ഒന്നാമത്തെ 2 റക്അത്തുകളിൽ റസൂലുള്ളാഹി ദുഹറിലും അസറിലും പാരായണം ചെയ്യും. ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ് ഓതും. വസൂറതൈനി, 2 സൂറത്തുകൾ ഓതും. ദുഹറിൻ്റെയും അസറിൻ്റെയും ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ ഓതും, പിന്നെ 2 സൂറത്ത് ഓതും. വയുസ്മിഉനൽ ആയത അഹ്യാനൻ, വയുസ്മിഉന, റസൂലുള്ളാഹി ഞങ്ങളെ കേൾപ്പിക്കും, അൽ ആയത്തുകൾ, അഹ്യാനൻ ചിലപ്പോഴൊക്കെ, ഓതുന്ന സൂറത്തുകളിൽ നിന്ന് ചില ആയത്തുകൾ കേൾപ്പിക്കും എന്നർത്ഥം. എന്തിനാ കേൾപ്പിക്കണേ? സൂറത്താണ് ഓതുന്നത്, ഇന്ന സൂറത്താണ്, മനസ്സിലേ, ഇന്നത് മുതൽ തുടങ്ങി ഇന്നത് മുതൽ എത്തി എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വയുസ്മിഉനൽ ആയത അഹ്യാൻ, ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കും. വയുതവ്വിലു റക്അത്തൽ ഊല, മാത്രമല്ല വയുതവ്വിലു, റസൂല ദീർഘിപ്പിക്കും, അർ റക്അത്തൽ ഊല, ഫസ്റ്റ് റക്അത്ത്, ഒന്നാമത്തെ റക്അത്തിനെ ദീർഘിപ്പിക്കും. വയഖറഉ ഫിൽ ഉഖ്റയൈനി, വയഖറഉ, റസൂല പാരായണം ചെയ്യും, ഫിൽ ഉഖ്റയൈൻ എന്ന് പറഞ്ഞാൽ ഫിർ റക്അത്തൈനിൽ ഉഖ്റയൈനി, അവസാനത്തെ 2 റക്അത്ത് എന്നാണ്. അൽ ഉഖ്റയൈനി എന്ന് പറഞ്ഞാൽ മറ്റേ 2 എന്നുള്ളത്, മറ്റേ 2 റക്അത്ത്. ദുഹർ 4 റക്അത്തല്ലേ, അസർ 4 റക്അത്താണ്. ആദ്യത്തെ 2 റക്അത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, റക്അത്തൈനിൽ ഉലയൈനി. പിന്നെ 2 റക്അത്തുണ്ട്. ആ 2 റക്അത്ത്, മറ്റേ 2 റക്അത്തിൽ റസൂലുള്ളാഹി ഓതും ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതും. അവിടെ സൂറത്ത് ഓതൂല എന്നർത്ഥത്തിൽ. അതാണ് മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഖതാദയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുള്ളത്. അപ്പോൾ ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ദുഹറിലും അസറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതും, 2 സൂറത്ത് വേറെ ഓതും. സൂറത്തുൽ ഫാത്തിഹ അജീബാണ്, നിർബന്ധമാണ്. അതിനുശേഷം സൂറത്ത് ഓതുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിന് റസൂൽ ദീർഘിപ്പിക്കുമായിരുന്നു, ആയത്തുകൾ ചിലപ്പോൾ ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു. എന്തിനാണ് ഒന്നാമത്തെ റക്അത്തിനെ ദീർഘിപ്പിക്കുന്നത്? ഒന്നാമത്തെ റക്അത്തിൽ നിന്നുണ്ട് ദുആഉൽ ഇസ്തിഫ്താഹുണ്ട്, ഇസ്തിആദത്തുണ്ട്, അല്ലേ? പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് വലിയത് ഓതും,
വലിയ തോതും, അതുകൊണ്ടായിരിക്കും ഒന്നാമത്തെ റക്അത്തിനെ ദീർഘിപ്പിക്കുമായിരുന്നു. പിന്നെ വയഖ്റഉ ഫിൽ ഉഖ്റയൈനി ബി ഫാത്തിഹത്തിൽ കിതാബ്, മറ്റേ 2 റക്അത്തിൽ ഫാത്തിഹത്തിൽ കിതാബായിരുന്നു ഓതിയിരുന്നത്. അപ്പോൾ അതിൽ ഫാത്തിഹ ഓതിയാൽ മതി. ഫാത്തിഹ അതിൻ്റെ അർത്ഥം ഫാത്തിഹ മാത്രമേ ഓതാവൂ എന്നല്ല. പിന്നെയോ ഫാത്തിഹ ഓതിയിട്ട് സമയം ഉണ്ടെങ്കിൽ സൂറത്ത് ഓതുന്നതിന് പ്രശ്നമല്ല അവസാനത്തെ 2 റക്അത്തിൽ. അങ്ങനെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ കേൾപ്പിക്കുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ? പതുക്കെ ഓതിയിരുന്നതെന്നാണ്. പതുക്കെയാണ് ഓതിയിരുന്നത്. വയസ്മ്യൂനൽ ആയത്ത് അഹ്യാന, ചിലപ്പോൾ ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കും, ചില ആയത്തുകൾ, അത്രയാണ്. അല്ലാതെ സൂറത്ത് മുഴുവൻ കേൾപ്പിക്കുന്നല്ല, ഓതണ ഓത്ത് മുഴുവൻ കേൾപ്പിക്കുന്നല്ല. ചില ആയത്തുകൾ എന്ത് ചെയ്യും, ആയത്തുകൾ ചിലപ്പോൾ കേൾപ്പിക്കുന്നതാണ്. അതിന് ചില ഹൈക്കുമത്തുണ്ട്. അല്ലല്ല, പിന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഓതുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ, എന്നെ സൂറത്ത് ഓതുന്നുണ്ട് എന്ന് അറിയിക്കാൻ, എന്നത് മുതൽ ഇന്നത് വരെ ഓതി എന്നുള്ളതൊക്കെ അറിയിക്കാനായിരിക്കാം റസൂൽ ചില ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി 3-ാമത്തെ ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നല്ലേ. അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ കുന്ന നഹ്സുറു ഖിയാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി الظുഹ്രി വൽ അസ്ർ فحزرنا قيامه في الركعتين الأوليين من الظهر قدر ألف لام ميم تنزيل السجدة، وفي الأخريين قدر النصف من ذلك، وفي الأوليين من العصر على قدر الأخريين من الظهر، والأخريين على النصف من ذلك. رواه مسلم مسلم من حديث هذا. طيب അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അബൂ സഈദ് അൽ ഖുദ്രിയൊക്കെ നമുക്ക് വന്ന റാവിയാണ്, പലതവണ വന്നാണ്. സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ, അബൂ സഈദ് അൽ ഖുദ്രി അദ്ദേഹം പറയാണ്, കുന്ന ഞങ്ങളായിരുന്നു, നഹ്റുസു ഖിയാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി الظുഹ്രി വൽ അസ്ർ, ദുഹറിലും അസറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൃത്തം അത് നഹ്സുറു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അളക്കുമായിരുന്നു, കണക്കാക്കുമായിരുന്നു. ഒരു നൃത്തം എത്ര ലോങ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളൊന്ന് കണക്കാക്കുമായിരുന്നു, അളക്കുമായിരുന്നു, തിട്ടം നോക്കുമായിരുന്നു, ഇത്ര ലോങ് ഉണ്ട് എന്നുള്ളത്. നഹ്സുറു എന്ന് പറഞ്ഞാൽ നഖീസ്, അളക്ക. കുന്ന നഹ്സുറു ഖിയാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി الظുഹ്രി വൽ അസ്ർ, ദുഹറിലും അസറിലും റസൂലുള്ളാഹിൻ്റെ നൃത്തം അത് എത്ര ലോങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അളക്കുമായിരുന്നു. അങ്ങനെ ഫഹസർന ഖിയാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൃത്തത്തെ ഞങ്ങൾ അളന്നു. ഫിർ റകഅത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ 2 റകഅത്തുകളിൽ, ഫിർ റകഅത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ 2 റകഅത്തുകളിൽ, മിന ദുഹർ, ദുഹർ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ 2 റകഅത്തുകളിൽ നൃത്തം ഞങ്ങൾ അളന്നു. ഖദ്റ അലിഫ് ലാം മീം തൻസീൽ അസ്സജ്ദ, എത്രത്തോളം? അലിഫ് ലാം മീം തൻസീൽ കിതാബി ലാ റൈബ ഫീ എന്ന് തുടങ്ങുന്ന സൂറത്ത് സജ്ദ, അതിൻ്റെ ദൈർഘ്യം ഖദർ, തോത്. ഖദർ എന്ന് പറഞ്ഞാൽ തോത്. അപ്പോൾ അലിഫ് ലാം മീം സജ്ദ ഓതണ ടൈം ദുഹറിൻ്റെ 1-ാമത്തെ റകഅത്തുണ്ടായിരുന്നു. അലിഫ് ലാം മീം സജ്ദ എത്ര പേജ് ഉണ്ടാവും മുസ്ഹഫിൽ? 3 പേജ് ഉണ്ട്. ഈ ഉസ്മാൻ താഹൻ്റെ ഖത്തിൽ എഴുത്തിൽ 3 പേജ്, 30 ആയത്ത്. അപ്പോൾ ഫഹസർന ഖിയാമു ഫി റകഅത്തൈനിൽ ഊലയൈനി മിന ദുഹ്രി, ദുഹറിലെ ആദ്യത്തെ 2 റകഅത്തുകൾ നൃത്തം ഞങ്ങൾ അളന്നപ്പോൾ അത് ഖദ്റ അലിഫ് ലാം മീം തൻസീൽ അസ്സജ്ദ, അലിഫ് ലാം മീം സജ്ദ സൂറത്തിൻ്റെ ഖദർ ഉണ്ടായിരുന്നു, തോതുണ്ടായിരുന്നു. വഫിൽ ഉഖ്റയൈനി, മറ്റേ 2 റകഅത്തുകൾ, അടുത്ത 2 റകഅത്തുകൾ ഖദ്റ നിസ്ഫി മിൻ ദാലിക്, അതിൻ്റെ പകുതിയായിരുന്നു. ഖദ്റ നിസ്ഫി മിൻ ദാലിക്, അതിൻ്റെ പകുതി ആയിരുന്നു. അതിൻ്റെ പകുതി പറഞ്ഞാൽ ഇപ്പോൾ ഈ അലിഫ് ലാം മീം സജ്ദ ഓതുന്നതിൻ്റെ പകുതി സമയം അത്ര ദൈർഘ്യം ഉണ്ടായിരുന്നു. വഫിൽ ഊലയൈനി മിനൽ അസ്ർ, അസ്ർ നമസ്കാരത്തിൽ നിന്ന് ആദ്യത്തെ 2 റകഅത്തുകളിൽ നൃത്തത്തിൻ്റെ ദൈർഘ്യം അല ഖദറിൽ ഉഖ്റയൈനി മിന ദുഹർ, ദുഹർ നമസ്കാരത്തിൻ്റെ അവസാനത്തെ 2 റകഅത്തുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഖദർ അനുസരിച്ചായിരുന്നു. അപ്പോൾ അസ്ർ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ 2 റകഅത്തുകൾ
ദുഹർ നിസ്കാരത്തിൻ്റെ ഖദറുണ്ടല്ലോ അത്രയായിരുന്നു. ദുഹർ നിസ്കാരത്തിൻ്റെ അവസാനത്തെ 2 റക്അത്തിൻ്റെ ഖദർ തോതനുസരിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഫ് ലാം മീം സജ്ദ സൂറത്ത് ഓതണിൻ്റെ പകുതി അത്രയായിരുന്നു ദുഹറിൻ്റെ അസറിൻ്റെ ആദ്യ 2 റക്അത്തുകളുടെ ദൈർഘ്യം തോത്. വൽ ഉഖ്റയൈൻ അസറിൻ്റെ മറ്റേ 2 റക്അത്തുകൾ അതിൻ്റെ ദൈർഘ്യം ഞങ്ങൾ നോക്കി. അത് അല നിസ്ഫി മിൻ ദാലിക് അതിൻ്റെ പകുതിയായിരുന്നു. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? അലിഫ് ലാം മീം സജ്ദത്തിൻ്റെ 1.5 പേജിൻ്റെ പകുതി അത്ര ദൈർഘ്യം അതിനുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്നുള്ള ഇമാം മുസ്ലിമിൻ്റെ ഈ ഹദീസ് അറിയിക്കുന്നത് ദുഹർ നമസ്കാരത്തിൻ്റെ അസർ നമസ്കാരത്തിൻ്റെയും റക്അത്തുകൾ അതിൻ്റെ ദൈർഘ്യമാണ്. അപ്പോൾ അലിഫ് ലാം മീം സജ്ദ ഓതണം അത്ര ദൈർഘ്യം ആദ്യത്തെ 2 റക്അത്തിന് ദുഹറിലുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഓതണ ദൈർഘ്യം അവസാനത്തെ 2 റക്അത്തിനുണ്ടായിരുന്നു. അസർ നോക്കുകയാണെങ്കിൽ അസറിൻ്റേത് ആദ്യത്തെ 2 റക്അത്തിൽ അലിഫ് ലാം മീം സജ്ദ ഓതണീൻ്റെ പകുതി അതിൻ്റെ തോതുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയായിരുന്നു അസറിൻ്റെ അവസാനത്തെ മറ്റേ 2 റക്അത്തിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ആരറിയിക്കുന്നത്? ഈ ഹദീസ് അറിയിക്കുന്നത്. ഈ ഇമാം മുസ്ലിം അബൂ സഈദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് അറിയിക്കുന്നത്. അപ്പോൾ ഇതിലൊരു വിഷയമുണ്ട്. എന്താ? ഈ ഹദീസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏറ്റുമുട്ടലുണ്ടോ? ഈ അബൂ ഖതാദയിൽ നിന്നുള്ള ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസ്, ഈ അബൂ സഈദിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇത് തമ്മിൽ വല്ല ഏറ്റുമുട്ടലും തോന്നുന്നുണ്ടോ? ഇവിടെ കണ്ട ഒന്നാമത്തെ റക്അത്തിലാണ് ഇത് ഫാത്തിഹയും സൂറത്തും ഓതിയിരുന്നത്. 2ാമത്തെ റക്അത്തുകളിൽ ദുഹറിലും അസറിലും ഫാത്തിഹ മാത്രമേ ഓതിയിട്ടുള്ളൂ. അതിനൊരിക്കലും എന്തുണ്ടാവില്ല? ഇതിൻ്റെ ദൈർഘ്യം ഉണ്ടാവില്ല അല്ലേ? ഈ പറഞ്ഞ ദൈർഘ്യം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് മറുപടി പറയും? നമ്മളാണെങ്കിൽ എന്ത് പറയും? 2 ദിവസം വേണ്ട അറിയാം. അവസാനത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ അനുവദനീയമാണ്. മനസ്സിലായില്ലേ? അതായത് ഈ 2 ഹദീസുകളും തമ്മിൽ വൈരുദ്ധ്യം. പിന്നെയോ ഇതും അനുവദനീയമാണ് എന്നുള്ളതാണ് 2 ഹദീസ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? സൂറത്ത് ദുഹറിലും അസറിലും ഫാത്തിഹ ഓതി സൂറത്ത് ഓതി ആദ്യത്തെ 2 റക്അത്തുകൾ, പിന്നത്തേതിൽ എന്ത് ചെയ്ത് ഫാത്തിഹ മാത്രം ഓതി, അത് അനുവദനീയമാണ്. അത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹർ നമസ്കാരത്തിൻ്റെ 1ാമത്തെ റക്അത്ത്, അതേപോലെ അസർ നമസ്കാരത്തിൻ്റെ 1ാമത്തെ റക്അത്ത് ഇതൊക്കെ നീതിരുന്നു ദീർഘിപ്പിച്ച് നിസ്കരിച്ചിരുന്നു നമസ്കരിച്ചിരുന്നു എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. അങ്ങനെ ദീർഘിപ്പിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്. ദീർഘിപ്പിക്കാതെ ഫാത്തിഹയിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ട് അവസാനത്തെ 2 റക്അത്ത് നിസ്കരിക്കലും അനുവദനീയമാണ് എന്നുള്ളതാണ്. പക്ഷെ മഅ്മൂമിൻ്റെ ഹാല് അത് ഇമാമ് നോക്കണം. മഅ്മൂമിൻ്റെ ഹാല് നോക്കണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ശകാരിച്ചിട്ടുണ്ട്. അഫത്താനുൻ അൻത യാ മുആദ് നീ കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചിട്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ? ഒരു മുആദ് റളിയല്ലാഹു ദീർഘമായിട്ട് നിസ്കരിക്കും. അപ്പം മുആദ് റളിയല്ലാഹുവിൻ്റെ ബാക്കിൽ നിസ്കരിക്കണ ഒരാൾ നിസ്കാരത്തിൽ നിന്ന് കെട്ടഴിച്ച് പോകുന്നു ദേഷ്യപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതിപ്പെട്ട് ഭയങ്കര ലോങ് നിസ്കാരം ഇതായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ മുആദ് റളിയല്ലാഹു തആല എന്നെ വിളിച്ച് ശകാരിച്ചിട്ട് പറഞ്ഞ് ബാക്കിൽ നിസ്കരിക്കുന്നവരെ നോക്കണം. കുട്ടികളുണ്ടാകും, വൃദ്ധന്മാരുണ്ടാകും, രോഗികളുണ്ടാകും. അപ്പോൾ അവരെ പരിഗണിക്കണം. അതേപോലെ തന്നെ ആവശ്യക്കാരുണ്ടാകും. മനസ്സിലായി? അപ്പോൾ അത് പരിഗണിക്കണം എന്നുള്ളത് ഇമാമിൻ്റെ മേൽ ബാധ്യതയാണ്. അത് ഇമാമിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ കച്ചവടക്കാരൊക്കെ മഹലിൽ പൂട്ടി വന്നത് മനസ്സെപ്പോഴും അവിടെ ആയിരിക്കും ചിലപ്പോൾ. ഇത് നിസ്കാരം ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആകെ മശ്ഗൂലാകും. അപ്പോൾ അതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അതേപോലെ രോഗികൾ, വയസ്സന്മാർ ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരാൾ ദീർഘമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ പരിഗണിച്ചിട്ട് ഇപ്പോൾ ബാക്കിലുള്ള ആളുകളൊക്കെ എന്താണ് നല്ല യൗവനത്തിലൊക്കെയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദീർഘത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരിക്കലും തെറ്റല്ല. മദീനയിൽ അബ്ദുറഹ്മാൻ ഹുദൈഫിൻ്റെ ബാക്കിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 1ാമത്തെ റക്അത്തിൽ ഈ ദൈർഘ്യം കാണാൻ പറ്റും. മദീനയിൽ പോയിട്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഹുദൈഫ് ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിന് നല്ല ദൈർഘ്യമാണ്. ദുഹറും അസറും നിസ്കരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും.
എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ്. തയ്യ്, അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇല്ലല്ല, ഇത് ഓതിയിരുന്നു എന്നല്ല, അതിൻ്റെ ദൈർഘ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ അലിഫുലാമി സജ്ജത് ഓതിയിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ പിന്നെ അതവിടെ വരുന്നുണ്ടല്ലോ, അലിഫുലാമി സജ്ജിൻ്റെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ഇത്ര ദൈർഘ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ അതിൽ പറയുന്നത്. ആ ഖദർ ഉണ്ടായിരുന്നു എന്നാണ്, അത് ഓതിയിരുന്നു എന്നുള്ളതല്ല. തയ്യ്, ഇനി നാലാമത്തെ ഹദീസ്. നാലാമത്തെ ഹദീസ് ജുബൈർ ഹുദൈഫൻ്റെ അല്ലേ? സുലൈമാൻ ഇബ്നു യസാറിൻ്റെ ഹദീസാണല്ലേ. അബൂ ഹുറൈറ അല്ലല്ലേ? അബൂ ഹുറൈറ. പിന്നെ തയ്യ്, അൻ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാൽ കാന ഫുലാനുൻ യുതീലുൽ ഊലയൈനി മിന അദ്ദുഹരി ويقرأ في المغرب بقصار المفصل وفي العشاء بوسطه وفي الصبح بطواله. فقال أبو هريرة رضي الله تعالى عنه ما صليت وراء أحد أشبه صلاة برسول الله صلى الله عليه وسلم من هذا. رواه النسائي بإسناد صحيح. لا، رواه النسائي بإسناد صحيح. أنا لا أخرجه النسائي ما في مشكلة. أخرجه النسائي بإسناد صحيح. طيب, ഇത് സുലൈമാൻ ഇബ്നു യസാറിൽ നിന്നുള്ള ഹദീസാണ്. അൻ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാല. ഈ സുലൈമാൻ ഇബ്നു യസാർ നമുക്ക് പുതിയതായിട്ട് വന്ന റാവിയാണ്. സുലൈമാൻ ഇബ്നു യസാർ അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ മൗലയാണ്. അവർ മോചിപ്പിച്ച അടിമയാണ്. മൈമൂന റളിയല്ലാഹു അൻഹ മോചിപ്പിച്ച അടിമയാണ് സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മദീനയിൽ അറിയപ്പെട്ട 7 ഫുഖഹാക്കളിൽ ഒരാളാണ്. വിജ്ഞാന സാഗരങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട 7 ഫിഖ് പണ്ഡിതന്മാരുണ്ട് മദീനയിൽ. വിജ്ഞാന സാഗരങ്ങൾ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. താബിഈയാണ് അദ്ദേഹം, സഹാബിയല്ല. സുലൈമാൻ ഇബ്നു യസാർ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഹിജ്റയുടെ 100-ന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം. സുലൈമാൻ ഇബ്നു യസാർ മൈമൂന റളിയല്ലാഹു തആലാൻ്റെ കീഴിലൊരു അടിമയായിരുന്നു. അദ്ദേഹത്തെ മോചിപ്പിച്ചു. അതുകൊണ്ടാണ് അവരുടെ മൈമൂന റളിയല്ലാഹുവിൻ്റെ മൗല എന്ന് പറയുന്നത് സുലൈമാൻ ഇബ്നു യസാർ. പിന്നെ അദ്ദേഹം വിദ്യ അഭ്യസിച്ച് അങ്ങനെ ഈ സുലൈമാൻ ഇബ്നു യസാർ മദീനയിൽ 7 പണ്ഡിതന്മാരാണ്. ഉബൈദത്ത് ഇബ്നു അബ്ദുള്ള ഇബ്നു ഉത്ബ, അതേപോലെ തന്നെ വകുൽഹും ഉബൈദുള്ള ഉർവത്ത് ഇബ്നു സുബൈർ, പിന്നെ സഈദ് ഇബ്നുൽ മുസയ്യബ്, പിന്നെ സുലൈമാൻ ഖാരിജത്ത് ഇബ്നു സെയ്ദ്, പിന്നെ വകുൽഹും ഉബൈദുള്ള ഉർവത്തു ഖാസിം ബിൻ മുഹമ്മദ്, സഈദുൻ സുലൈമാൻ ഇബ്നു യസാർ. ഇങ്ങനെ വിജ്ഞാന സാഗരങ്ങൾ എന്ന് പറയുന്ന 7 പണ്ഡിതന്മാരിൽ ഒരാളാണ് സുലൈമാൻ ഇബ്നു യസാർ. താബിഈങ്ങളിൽ സഈദ് ബിൻ മുസയ്യിബിനേക്കാൾ അറിവുള്ള പണ്ഡിതനായിരുന്നു സുലൈമാൻ ഇബ്നു യസാർ എന്ന് പറഞ്ഞിട്ട്. സുലൈമാൻ ഇബ്നു യസാർ നമ്മളുടെ ഈ റാവി. അപ്പോൾ സുലൈമാൻ ഇബ്നു യസാർ പറയാണ്, ഖാന ഫുലാനുൻ ഒരു വ്യക്തി ആയിരുന്നു, യുത്തീലു അദ്ദേഹം ദീർഘിപ്പിക്കുമായിരുന്നു, അൽ ഊലയൈനി മിന ദുഹുർ ദുഹുറിൽ നിന്ന്. ഊലയൈൻ എന്നാണ് എന്താ? ആദ്യത്തെ 2 റക്അത്തുകൾ, ഒന്നാമത്തെ 2 റക്അത്തുകൾ. വയഖറഉ ഫിൽ മഗ്രിബി മഗ്രിബിൽ ഓതുമായിരുന്നു, ബി ഖിസാറിൽ മുഫസ്സൽ. ദ ഖിസാറുൽ മുഫസ്സൽ, മുഫസ്സലിലെ ഖിസാറുകൾ. എന്താ മുഫസ്സൽ, എന്താ ഖിസാർ? നമ്മൾ സൂറത്ത് കാഫ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സൽസല മുതൽ നാസ് വരെയുള്ള സൂറത്തുകളാണ് ഖിസാർ. അതായത് വിശുദ്ധ ഖുർആന് ത്വിവാല്, മിഊൻ, പിന്നെ മസാനി, മുഫസ്സൽ, ഇങ്ങനെ 4 ഹിസ്ബുകളാണ്. ത്വിവാല്, മിഊൻ, മസാനി, മുഫസ്സൽ. ഈ മുഫസ്സൽ ഖാഫ് മുതൽ
നാസ് വരെയുള്ള സൂറത്തുകളാണ്. ഖാഫ്, സൂറത്ത് ഖാഫ് മുതൽ നാസ് വരെ, അല്ലെങ്കിൽ സൂറത്ത് ഹുജറാത്ത് മുതൽ ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുലാനിൻ എന്ന വ്യക്തി, ഒരു വ്യക്തി, ഞാൻ പറയാം വ്യക്തി ആരാണെന്ന്, യുത്തീലുൽ ഊലയൈൻ മിന ദുഹർ, ദുഹറിൽ നിന്നുള്ള ആദ്യത്തെ 2 റക്അത്ത് ദീർഘിപ്പിക്കുമായിരുന്നു. വയുഖഫിഫുൽ അസർ, അസറിനെ ചുരുക്കുമായിരുന്നു, ലഘൂകരിക്കുമായിരുന്നു, ചുരുക്കുമായിരുന്നു അസർ നിസ്കാരത്തെ ആ വ്യക്തി. വയഖ്റഉ ഫിൽ മഗ്രിബ്, മഗ്രിബിൽ അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു ബി ഖിസാറിൽ മുഫസ്സൽ, മുഫസ്സലിലെ ഖിസാർ. മുഫസ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്ത് ഖാഫ് മുതൽ അന്നാസ് വരെയുള്ള സൂറത്താണ്. ആ മുഫസ്സലിൻ്റെ 3 ആക്കിയിട്ടുണ്ട്. അതിൽ തിവാലുണ്ട്, അതിൽ ഔസാത്തുണ്ട്, അതിൽ ഖിസാറുണ്ട്. അതിലെ തിവാലാണ് സൂറത്ത് ഖാഫ് മുതൽ ബുറൂജ് വരെ, അതിൽ ഔസാത്താണ് ത്വാരിഖ് മുതൽ ബയ്യിന വരെ, അതിൽ ഖിസാറാണ് സൽസല മുതൽ നാസ് വരെ. ഇതല്ലാത്ത വേറെ രീതിയിലും ഇതിനെ ഹിസ്ബാക്കിയവരുണ്ട് കേട്ടോ. ചിലർ പിന്നെ ഖാഫ് ഹുജറാത്ത് മുതൽ നബ വരെ, ചില നബ മുതൽ ദുഹ വരെ, ദുഹ മുതൽ നാസ് വരെ, ഇങ്ങനെയൊക്കെ ഇതിനെ ഹിസ്ബാക്കിയവരുണ്ട്. അത് പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഹിസ്ബാക്കിയ ഒരു രീതിയാണത്. ഏതായാലും മുഫസ്സലിലെ ഖിസാറായിരുന്നു മഗ്രിബിൽ അദ്ദേഹം ഓതിയിരുന്നത്, ആ ഫുലാൻ ഓതിയിരുന്നത്. മുഫസ്സലിലെ ഖിസാർ സൽസല മുതൽ നാസ് വരെയുള്ള സൂറത്തുകളായിരുന്നു മഗ്രിബിൽ ഓതിയിരുന്നത്. വഫിൽ ഇഷ, ഇഷായിൽ ഓതിയിരുന്ന അദ്ദേഹം ബി വസത്തിഹി എന്നാണ്, ബി ഔസാത്തിഹി, മുഫസ്സലിലെ വസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരിഖ് മുതൽ ബയ്യിന വരെയുള്ള സൂറത്തുകളിൽ നിന്നാണ് ഓതിയിരുന്നത് ഇഷയിൽ. വഫിസ് സുബഹ്, സുബഹി നമസ്കാരത്തിൽ ഈ ഫുലാൻ അദ്ദേഹം ഓതിയിരുന്നു ബി തിവാലിഹി, മുഫസ്സലിലെ തിവാൽ, ഖാഫ് മുതൽ ബുറൂജ് വരെയുള്ള സൂറത്തുകളിൽ നിന്നാണ് അദ്ദേഹം ഓതിയിരുന്നത്. സുബഹി നിസ്കാരത്തിൽ തിവാലാണ് ഓതിയിരുന്നത്. ഖാഫ് മുതൽ പിന്നെ ബുറൂജ് വരെയുള്ള എല്ലാ സൂറത്തും ഓതിയെന്നല്ല, പിന്നെയോ അതിൽ നിന്ന് ഓതിയതാണ്, അതിൽ നിന്ന് ഓതി. ഫഖാല അബൂ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ സല്ലൈതു വറാഅ അഹദിൻ, അബൂ ഹുറൈറ പറയണേ, മാ സല്ലൈതു, ഞാൻ നിസ്കരിച്ചിട്ടില്ല, വറാഅ അഹദിൻ, ഒരാളുടെയും പിന്നിൽ, അഷ്ബഹ സ്വലാത്തൻ ബി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമായ നിലക്ക്, മിൻഹാദ, ഈ വ്യക്തിയോളം. അപ്പോൾ ഈ വ്യക്തിയോളം റസൂലുള്ളാഹിൻ്റെ നമസ്കാരത്തോട് സാദൃശ്യമുള്ള നമസ്കാരം നിർവഹിച്ച ഒരാളുടെയും പിന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിസ്കാരമാണ് റസൂലുള്ളാഹിൻ്റെ നിസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ റസൂലുള്ളാഹിൻ്റെ നിസ്കാരം ദുഹറിൻ്റെ ആദ്യ 2 റക്അത്തുകൾ ദീർഘമുള്ളതായിരുന്നു, അസർ തഖ്ഫീഫ് ലഘൂകരിച്ചിരുന്നു, മഗ്രിബിൽ മുഫസ്സലിലെ ചെറിയ സൂറത്തുകൾ ഓതിയിരുന്നു, ഇഷായിൽ അതിലെ വസത്തായ സൂറത്തുകൾ ഓതിയിരുന്നു, ഔസാത്ത് ഓതിയിരുന്നു, സുബഹിയിൽ മുഫസ്സലിലെ തിവാലുകൾ ഓതിയിരുന്നു. ഈ ഖാന ഫുലാൻ എന്നറിയുന്ന ഫുലാൻ ഉണ്ടല്ലോ, സുലൈമാൻ ബിൻ യസാർ പറയുന്നത്, സുലൈമാൻ ബിൻ യസാർ താബിഈ പണ്ഡിതനാണ്. ഈ ഫുലാൻ അംറു ബിനു സലമ എന്ന് പറയുന്ന മദീന ഗവർണറാണ്. അംറു ബിൻ സലമ എന്ന് പറയുന്ന മദീനയിലെ ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ പേര് അംറു ബിൻ സലമയാണ്. അംറു ബിൻ സലമ അതാണ് ഈ ഫുലാൻ. അദ്ദേഹം മദീനത്തിൻ്റെ ഗവർണറായിരുന്നു. ചിലർ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ജനിക്കുന്നത്. അംറു ബിൻ സലമയാണ് റാവി. ഈ വ്യക്തി ഖാന ഫുലാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മദീനയുടെ ഗവർണറായിരുന്നു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിസ്കരിക്കുമ്പോൾ, അന്ന് അമീറാണ് നിസ്കരിക്കുക, ഇമാം. ഇങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഇത് ഇമാം നസായിയാണ് സഹിഹായ സനദോടുകൂടി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് നമസ്കാരത്തിൽ ആറാഫ് ഓതിയിരുന്നു, സൂറത്തുൽ ആറാഫ് ഓതിയിരുന്നു, അതുപോലെ സൂറത്ത് സാഫാത്ത് ഓതിയിരുന്നു, സൂറത്ത് ദുഖാൻ ഓതിയിരുന്നു, സൂറത്തുൽ മുർസലാത്ത് ഓതിയിരുന്നു മഗ്രിബ് നിസ്കാരത്തിൽ. മഗ്രിബ് അവസാനത്തെ റസൂലുള്ളാഹിൻ്റെ മഗ്രിബ് നമസ്കാരം മസ്ജിദ് നബവിയിൽ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് ജമാഅത്തായിട്ട് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ അതിൽ മുർസലാത്താണ് ഓതിയത്, സൂറത്തുൽ മുർസലാത്ത് ഓതിയത്. അപ്പോൾ മഗ്രിബിൽ ആറാഫ് ഓതിയിട്ടുണ്ട്, സാഫാത്ത് ഓതിയിട്ടുണ്ട്, ദുഖാൻ ഓതിയിട്ടുണ്ട്, മുർസലാത്ത് ഓതിയിട്ടുണ്ട്, തൂർ ഓതിയിട്ടുണ്ട്, വത്തൂർ സൂറത്ത് ഓതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ മഗ്രിബിൽ ഖിസാറുൽ മുഫസ്സലാണ് ഓതിയിരുന്നത് പറഞ്ഞാൽ അത് എപ്പോഴും കൂടുതലായിട്ട് അതാണ് ഓതിയിരുന്നത്, കൂടുതലായിട്ട്. അതിൻ്റെ അർത്ഥം അതേ പറ്റുള്ളൂ എന്നല്ല, പിന്നെയോ അതല്ലാത്ത സൂറത്തുകളും അനുവദനീയമാണ്. അതാണ് മറ്റ് ഹദീസുകൾ അറിയിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി കൂടുതലും ഓതിയിരുന്നത് ഏതാണ്?
മുഫസ്സലിലെ ചെറിയ സൂറത്തുകളാണ്, ഖിസാറായ ചെറിയ ഷോർട്ടായിട്ടുള്ള സൂറത്തുകളാണ്. ഖലാസ്. അതേപോലെ തന്നെ മറ്റ് നിസ്കാരങ്ങളിൽ മറ്റ് സൂറത്തുകൾ ഓതാം, സൂറത്തുകൾ ഓതാം. ഉമർ റളിയല്ലാഹു തആല സൂറത്ത് യൂസുഫ് സുബൈക്ക് ഓതിയതൊക്കെ വന്നിട്ടില്ലേ? ഇനി അത് കഴിഞ്ഞു. അടുത്ത ഹദീസ്, ഇത് ജുബൈർ ഇബ്നു മുത്ഇമിൽ നിന്ന് അല്ലേ. അൻ ജുബൈർ ഇബ്നു മുത്ഇമിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ അൻ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിത്തൂർ. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിത്തൂർ. അത് മുത്തഫഖുൻ അലൈഹിയാണ്, മുത്തഫഖുൻ അലൈഹി. ജുബൈർ ഇബ്നു മുത്ഇം പറയാണ്, സമിഅ്തു ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖറഉ പാരായണം ചെയ്യുന്നതായി. എവിടെ? ഫിൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരത്തിൽ. എന്താ പാരായണം ചെയ്തത്? ബിത്തൂർ, അത്തൂർ സൂറത്ത്, വത്തൂർ വ കിതാബി മസ്തൂർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു. ഇതാരാ പറയണത്? ജുബൈർ ഇബ്നു മുത്ഇം. ജുബൈർ ഇബ്നു മുത്ഇം, അദ്ദേഹം ജുബൈർ ഇബ്നു മുത്ഇം ഇബ്നു അദി ഇബ്നു നൗഫൽ അൽ ഖുറഷി. അബ്ദു മനാഫ് ഉണ്ടല്ലോ റസൂലുള്ളാഹിൻ്റെ പ്രപിതാവ്, അബ്ദു മനാഫിൻ്റെ മകൻ നൗഫലിൻ്റെ മകൻ അദീൻ്റെ മകൻ മുത്ഇമിൻ്റെ മകനാണ് ജുബൈർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാണ് അദ്ദേഹം. പിന്നെ അബ്ദു മനാഫിൻ്റെ സന്താന പരമ്പരയിൽപ്പെടും ജുബൈർ ഇബ്നു മുത്ഇം. നല്ല വിവേകിയായിരുന്നു ജുബൈർ ഇബ്നു മുത്ഇം. ഇദ്ദേഹത്തിൻ്റെ വാപ്പ മുത്ഇം ഇബ്നു അദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് ഹിജറ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ മക്കക്കാർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ മുത്ഇം ഇബ്നു അദിയാണ് തൻ്റെ മക്കളെയും കൂട്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് സ്വീകരിച്ച് അതേ കഅബത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഖുറൈശികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദിന് അഭയം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ അഭയത്തിലാണ് മുഹമ്മദ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തായിഫിൽ നിന്ന് മടങ്ങിയപ്പോൾ വീണ്ടും മക്കയിൽ താമസിക്കുന്നത്. മനസ്സിലായി? ഈ ജുബൈർ റളിയല്ലാഹുവിൻ്റെ വാപ്പ മുത്ഇം ഇബ്നു അദി. ബദർ യുദ്ധത്തിന് തൊട്ട് മുമ്പാണ് ഈ മുത്ഇം ഇബ്നു അദിയും മരിച്ചത്. മുസ്ലിമായിട്ടല്ല, ഇതിനു മുമ്പ് മുത്ഇം ഇബ്നു അദിയും മരിച്ചിട്ടുണ്ട്. അത് അയാൾ മുസ്ലിമായിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിലെ ബന്ദികളെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉമർ കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വെറുതെ വിടാൻ പറഞ്ഞു. മനസ്സിലല്ലേ? ഫിദിയ സ്വീകരിച്ച് വെറുതെ വിടാനൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലൗ അന്ന മുത്ഇമൻ ഇബ്നു അദിയിൻ ഹയ്യുൻ വസഅലനി ഹൗലാ ഇന്നത്ന ല അത്ലഖ്തുഹും ലഹു. ഇന്ന് മുത്ഇം ഇബ്നു അദി ജീവിച്ചിരിപ്പുണ്ട്, ഈ യുദ്ധബന്ദികളെ മുത്ഇം ഇബ്നു അദി എന്നോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ യുദ്ധബന്ദികളെ വെറുതെ വിടുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ? അതന്ന് തായിഫിൽ നിന്ന് മടങ്ങി വന്ന റസൂലുള്ളാഹിനെ മക്കയിൽ അഭയം നൽകിയിട്ട് സ്വീകരിച്ചതിനുള്ള പ്രത്യുപകാരം എന്ന നിലക്കാണ് റസൂലുള്ളാഹി പറയുന്നത്. ഏതായാലും ഈ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹുവിൻ്റെ വാപ്പയെക്കുറിച്ചാണ് പറയുന്നത്. ജുബൈർ ഇബ്നു മുത്ഇം ഉണ്ടല്ലോ, അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി പറയണത് ഞാൻ കേട്ടു എന്ന്. ഇത് എപ്പോഴാണ് കേൾക്കണത് അറിയോ? അയാൾ മുസ്ലിം ആയിട്ടല്ല കേൾക്കണത്. ജുബൈർ ഇബ്നു മുത്ഇം മുസ്ലിം അല്ല. പിന്നെയോ ബദർ യുദ്ധത്തിൽ ജുബൈർ ഇബ്നു മുത്ഇമിൻ്റെ ബന്ധുക്കൾ പിടിക്കപ്പെട്ടു. ജുബൈർ ഇബ്നു മുത്ഇമിൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്തു? യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ടു. അപ്പോൾ ആ ബന്ദികളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ജുബൈർ ഇബ്നു മുത്ഇം മക്കയിൽ നിന്ന് വരികയാണ് ഇവിടേക്ക്, മദീനത്തേക്ക്. മദീനത്ത് വരുമ്പോൾ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ടൈമിലാണ് എത്തുന്നത്. അപ്പോൾ റസൂലുള്ളാഹി മസ്ജിദ് നബവിയിൽ മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ജുബൈർ ഇബ്നു മുത്ഇം വരുന്നത്. കാഫിറാണ്. അപ്പോഴാണ് ഏത് കേൾക്കണത്? സൂറത്ത് തൂർ കേൾക്കണത്. ആ സൂറത്ത് തൂർ അദ്ദേഹം നിസ്കാരത്തിൽ ഓതുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ആകെ വിറച്ചുപോയി. കിടിലം കൊണ്ട് വിറച്ചുപോയി ആ പാരായണം കേട്ടിട്ട്. അങ്ങനെയാണ് അയാളുടെ കൽബിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിൻ്റെ ചില പ്രകാശ കിരണങ്ങൾ കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം പിന്നെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞൊക്കെ മടങ്ങിപ്പോയി പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ് ഉണ്ടല്ലോ, ശരിക്ക് ഞാൻ കേട്ടു എന്ന് പറയുന്നത് ഇത് ആര് കേട്ടതാ? എപ്പോൾ കേട്ടതാ? ജുബൈർ ഇബ്നു മുത്ഇം കാഫിറായിരിക്കുമ്പോൾ കേട്ടതാണിത്. അപ്പോൾ ഒരു കാഫിറിൻ്റെ കാര്യം എങ്ങനെ നമ്മൾ സ്വീകരിക്കുക? കാഫിർ മുസ്ലിം ആയതിനു ശേഷമാണ് ഇതിനത് പറയുന്നത്. കാഫിർ മുസ്ലിം ആയതിനു ശേഷമാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കുന്നത്. ഏതായാലും ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു ഇത് പറയാണ്, തൂർ മഗ്രിബ് നിസ്കാരത്തിൽ റസൂലുള്ളാഹി പാരായണം ചെയ്യുന്നത് കേട്ടു. അപ്പോൾ അതിൽ മനസ്സിലാക്കാനുള്ളത് എന്താണ്? ഖിസാറുൽ മുഫസ്സലാണ് റസൂലുള്ളാഹി പതിവായിട്ട് ഓതിയിരുന്നത്. പക്ഷേ അതല്ലാത്ത സൂറത്തുകളും ഓതിയിരുന്നു
എന്നുള്ളത് അറിയിക്കാനാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതിവിടെ കൊണ്ടുവന്നത്. അടുത്ത ഹദീസ് കാന അസ്തഗ്ഫിറുല്ലാഹ് അൻ അബീ ഹുറൈറ അല്ലേ അബൂ ഹുറൈറ അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫീ സലാത്തിൽ ഫജ്രി യൗമൽ ജുമുഅത്തി അലിഫ് ലാം മീം തൻസീൽ അസജ്ദ വഹൽ അതാ അലൽ ഇൻസാൻ ഹീന മിന അദ്ദഹർ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫീ സലാത്തിൽ ഫജ്ർ യൗമൽ ജുമുഅത്തി അലിഫ് ലാം മീം തൻസീൽ അസജ്ദ വഹൽ അതാ അലൽ ഇൻസാൻ ഹീന മിന അദ്ദഹർ. മനസ്സിലായില്ലേ? റവാഹു അത് മുത്തഫഖുൻ അലൈഹി വലി തബറാനി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു യുദീമു ദാലിക് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പോൾ ഇവിടെ അബൂ ഹുറൈറയിൽ നിവേദനം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഖറഉ ഫീ സലാത്തിൽ ഫജ്ർ സലാത്തുൽ ഫജ്റിൽ ഓതുമായിരുന്നു യൗമുൽ ജുമുഅ എന്ന് വെള്ളിയാഴ്ച ദിവസം. എന്താ ഓതുക? അലിഫ് ലാം മീം തൻസീൽ സൂറത്ത് സജദ ഓതുമായിരുന്നു. അതാണ് പറഞ്ഞത്. വഹൽ അതാ അലൽ ഇൻസാൻ ഹൽ അതാ അലൽ ഇൻസാൻ എന്ന സൂറത്തും ഓതുമായിരുന്നു. സൂറത്തുൽ ഇൻസാനും സൂറത്ത് അലിഫ് ലാം മീം സജദയും ഓതുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറയെ ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. വലി തബറാനി അൻ ഇബ്നു മസ്ഊദിൻ അത്ര ഇനി ഉണ്ട് എന്നർത്ഥം അല്ലേ? തൈ വലി തബറാനി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തബറാനിയുടെ റിപ്പോർട്ടിലുണ്ട്. തബറാനി മുഅ്ജമിൽ റിപ്പോർട്ട് ചെയ്തതിലുണ്ട് യുദീമു ദാലിക. എന്താ യുദീമു ദാലിക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നു. യുദീമു എന്ന് പറഞ്ഞാൽ ദായിമാക്കിയിരുന്നു. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വാക്കാണ്. ഇബ്നു മസ്ഊദിൻ്റെ വാക്കാണ് യുദീമു ദാലിക്. അതിനെ പതിവാക്കിയിരുന്നു. എന്താ ഈ ഹദീസ് അറിയിക്കണത്? വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫ് ലാം മീം സജദയും സൂറത്ത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിന അദ്ദഹർ എന്ന് പറയുന്ന സൂറത്തും ഓതിയിരുന്നു. ഇബ്നു മസ്ഊദ് പറയാണ് തബറാനിയുടെ റിവായത്തിൽ അത് നിത്യമാക്കിയിരുന്നു എന്നുള്ളത്. ഈ യുദീമു ദാലിക എന്ന് പറയുന്ന ഈ ഇതുണ്ടല്ലോ തബറാനിയുടെ റിവായത്തിനെ ചിലർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രബലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വാക്കാണ്. ഏതായാലും പിന്നെ ഫജ്റിന് വെള്ളിയാഴ്ച ഫജ്റിന് അലിഫ് ലാം മീം സജദയും ദഹ്റും ഓതുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇന്ന് ആ സുന്നത്ത് ഒരു ഏകദേശം അസ്തമിച്ച മട്ടാണ്. മാത്രമല്ല ചിലർ ആ സൂറത്ത് ഇത് രണ്ടും ഓതൂല എന്ന് മാത്രമല്ല ചിലർ എന്ത് ചെയ്തു അതിന് പകരമായിട്ട് വേറെ വെച്ച് എന്താ അലിഫ് ലാം മീം സജദ കുറച്ച് ഓതും, സൂറത്തിൽ ഇൻസാന് കുറച്ച് ഓതും. അത് തെറ്റാണ്. അതങ്ങനെ നിത്യമാക്കണത്. ചിലരെന്ത് ചെയ്യും? അലിഫ് ലാം മീം സജദനെ മുറിക്കും. അലിഫ് ലാം മീം സജദ ഒന്നാമത്തെ റക്അത്തിൽ കുറച്ച് ഓതും, പിന്നെ ബാക്കി രണ്ടാമത്തെ റക്അത്തിൽ ഓതും. തയ്യബ് അത് ഈ ഉണ്ടല്ലോ ഇങ്ങനെ മുറിച്ച് ഓതണതും അതേപോലെ തന്നെ ചിലരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് സ്ഥാനം മാറ്റിച്ചിട്ട് അതിന് പകരമായിട്ട് സൂറത്ത് ജുമുഅ ഓതും ഫജറിന്. മനസ്സിലായില്ലേ? അതൊക്കെ ശരിയല്ല. ശരിക്കും അലിഫ് ലാം മീം സജദയും ദഹറുമാണ് ചെയ്യുന്നത് ഫജറിൽ ഓതേണ്ടത്. എന്നാൽ പിന്നെ ചില സന്ദർഭങ്ങളിൽ പിന്നെ അത് ഓതാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതേസമയം എപ്പോഴെങ്കിലും ഓതുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. അത് പാടില്ല. അലിഫ് ലാം മീം സജദ ഒന്നാമത്തെ റക്അത്തിൽ, പിന്നെ ദഹ്റ് അല്ലെങ്കിൽ ഇൻസാൻ രണ്ടാമത്തെ റക്അത്തിൽ, അങ്ങനെയാണ് ഓതേണ്ടത്. ചിലത് മുറിക്കും. അത് പാടുള്ളതല്ല. പിന്നെ അതായത് പിന്നെ അതിനെ പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഏതിനെ? ഒരാൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് അലിഫ് ലാം മീം സജദൻ്റെ കുറച്ച് ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് അലിഫ് ലാം മീം സജദൻ്റെ ബാക്കി ഓതുക. അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം എന്താ? ഇത് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടതാണ്. ഇതിങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നേരെ തിരിച്ച് മനസ്സിലാക്കും. മനസ്സിലായി? പിന്നെ ചിലർ വരും അലിഫ് ലാം മീം സജദൻ്റെ ഒരായത്ത് ഓതും, മറ്റൊരു വരും രണ്ടാമത്തെ ആയത്ത് ഓതും, മറ്റേ റക്അത്തിൽ ഇങ്ങനെയൊക്കെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു സുന്നത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. കഴിയുന്നിടത്തോളം പാലിക്കേണ്ടത്. ചിലർ മനസ്സിലാക്കിയത് എന്താ അറിയോ? കർമ്മശാസ്ത്രത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്.
സുബൈ നിസ്കാരത്തിൽ സാധാരണ നിസ്കാരത്തിൻ്റെ മാതിരിയല്ല, ഏറെ സുജൂദ് ഉണ്ടായാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അലിഫ് ലാം മീം സജ്ദ ഓതൽ എന്താണ്, നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയവരുണ്ട്. കാരണം എന്താ, സുബൈ നിസ്കാരത്തിൽ ഇതര നിസ്കാരത്തെ പോലെയല്ല, സുജൂദ് വരണം, അതിനാണ് ഏറെ സുജൂദ് വരണം, അതിനാണ് റസൂൽ അലിഫ് ലാം മീം സജ്ദ ഓതിയത്. അതുകൊണ്ട് അലിഫ് ലാം മീം സജ്ദ ഓതൽ എന്താണ്, നിർബന്ധമാണ്. കാരണം ഏറെ ഒരു സുജൂദിയും കൂടി എവിടെ വേണം, പിന്നെ സുബൈ നിസ്കാരത്തിൽ വെള്ളിയാഴ്ച രാവിലെ വേണം എന്നാണ് ചിലർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അലിഫ് ലാം മീം സജ്ദ ഓതണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ചിലർ മനസ്സിലാക്കി, ഒരു സുജൂദ് സുബൈ നിസ്കാരത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഏറെ വേണം എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ചിലർ ആ രീതിയിൽ അത് വിശ്വസിച്ച് വെച്ചു, ധരിച്ചു വെച്ചു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരിക്കൽ എന്നോട് വെള്ളിയാഴ്ച രാവിലെ ഒരു ഇതിൽ സുബൈക്ക് ഇമാം വെക്കാൻ പറഞ്ഞു, വെള്ളിയാഴ്ച രാവിലെ. അങ്ങനെ അൽബാനി എന്ത് ചെയ്ത്, സുബൈക്ക് ഇമാം എന്നിട്ട് സൂറത്ത് യൂസുഫ് ഓതി. അങ്ങനെ ആ യൂസുഫ് ഓതിയിട്ട് റുക്കൂവിൽ പോയപ്പോൾ ആളുകളൊക്കെ സുജൂദിൽ പോയിന്നാണ്. ആളുകളൊക്കെ സുജൂദിൽ പോയി. കാരണം എന്താ, അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നിസ്കാരത്തിലൊരു സുജൂദ് ലാസിം നിർബന്ധമാണെന്ന്. അത് തെറ്റാണ്. ഇനി അടുത്ത ഹദീസ്. അടുത്തത് ഹുദൈഫയിൽ നിന്നുള്ള ഹദീസ്. അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ മറത്ത് ബിഹി ആയത്തു റഹ്മത്തിൻ ഇല്ലാ വഖഫ ഇൻദഹാ യസ്അൽ വലാ ആയത്തു അദാബിൻ ഇല്ലാ തഅവ്വദ മിൻഹാ. ഈ ഹദീസ് അഖ്റജഹുൽ ഖംസ വഹസ്സനഹു തുർമുദി അല്ലേ, വഹസ്സനഹു അത്തുർമുദി, തുർമുദി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. തയ്യിബ്. അൻ ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫ സാഹിബു സിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്നാണ് ഈ ഹദീസ്. ഒക്കെ നമുക്ക് വന്ന റാവിയാണ്. അദ്ദേഹം പറയണ സല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞാൻ നിസ്കരിച്ചു. ഫമാ മറത്ത് ബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണത്തിൽ കടന്നു പോയിട്ടില്ല എന്ത്, ആയത്തു റഹ്മത്തിൻ, റഹ്മത്ത് വരുന്ന ആയത്തുകൾ. ഇല്ലാ വഖഫ ഇൻദഹാ, ആ ആയത്തിൻ്റെ അടുത്ത് റസൂൽ നിൽക്കും. യസ്അലു, ആ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട്. വല ആയത്തു അദാബിൻ, അദാബിൻ്റെ ആയത്ത് റസൂലുള്ളാഹിയുടെ പാരായണത്തിൽ കടന്നു പോയിട്ടില്ല. ഇല്ലാ തഅവ്വദ മിൻഹാ, അദാബിനെ തൊട്ട് അള്ളാഹുവോട് രക്ഷയ്ക്ക് തേടാതെ. എന്താ പറഞ്ഞേ, ഹുദൈഫ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് പാരായണം ചെയ്യുമ്പോൾ ഫമാ മറത്ത് ബിഹി ആയത്തു റഹ്മത്തിൻ, റഹ്മത്തിനെ കുറിച്ച് പ്രതിപാദ്യമുള്ളൊരായത്ത് കടന്നു പോയാൽ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു കരുണ ചൊരിയുന്നവനാണ്, അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ ഫضൽ, ഔദാര്യം, ഇതൊക്കെ പ്രതിപാദിക്കുന്ന ആയത്ത് റസൂലുള്ള ഓതുകയാണ് എങ്കിൽ അവിടെ നിൽക്കും. എന്നിട്ട് റസൂൽ എന്ത് ചെയ്യും, ആ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്ത് ഹിജ്റിൽ അള്ളാഹു പറഞ്ഞു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അപ്പോൾ റസൂൽ എന്ത് ചെയ്യും, ആ ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്പം സ്റ്റോപ്പാക്കിയിട്ട് അല്ലാഹുമ്മ അർഹംനി എന്ന് റഹ്മത്തിനെ ചോദിക്കും. അതാണ് മനസ്സിലല്ലേ. അതേപോലെ തന്നെ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണെന്നാണല്ലോ വഅന്ന അദാബി, അതാണ് തൊട്ടായത്. അപ്പോൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, അല്ലാഹുമ്മ അഅ്ദിനി മിൻ അദാബിക്, നിൻ്റെ അദാബിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അതാണ് ആ പറഞ്ഞത്. അതായത് ഓരോ റഹ്മത്തിനെ പ്രതിപാദിക്കുന്ന ആയത്ത് കടന്നു പോയാൽ അവിടെ നിൽക്കും. എന്നിട്ട് ആ റഹ്മത്തിനെ ചോദിക്കും. അദാബിനെ പ്രതിപാദിക്കുന്ന ആയത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അവധ മിൻ, അതിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷ തേടുകയും ചെയ്യും. ഇത് ഇങ്ങനെ രക്ഷ തേടണമെങ്കിൽ എന്ത് വേണം, ഇതാണ് ആയത്ത് അറിയണം. ഇതിൽ റഹ്മത്താണ് പറയുന്നത്, ഇതിൽ ജന്നത്താണ് പറയുന്നത്, ഇതിൽ അള്ളാഹിൻ്റെ ഫضൽ ഔദാര്യാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോഴാണ് അവിടെ നിന്നിട്ട് അത് ചോദിക്കാൻ കഴിയുക. അതേപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, നാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ലാനത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രതിപാദിക്കുന്ന ആയത്താണ് എങ്കിൽ അവിടെ നിന്നിട്ട് അള്ളാഹുവേ നിൻ്റെ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ നിൻ്റെ അദാബിൽ നിന്ന് നിൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം, ആയത്തിനെ കുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥവും ആശയവും പൊരുളും അറിയണം. ഖുർആൻ പഠിക്കുന്നതിൻ്റെ അനിവാര്യതയാണ് അത് അറിയിക്കുന്നത്. ഈ ഹദീസ് പിന്നെ അഖ്റജഹുൽ ഖംസ, തുർമുദി,
അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്തു. ഇമാം തുർമുദി ഇത് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചു. ഹസനായ ഹദീസാണ്. ഇതാണ് പിന്നെ ഈ അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് കൂടുതൽ മസാലകളില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ എഴുതിയത്. അതുകൊണ്ടല്ലേ നമ്മളോട് നിസ്കാരത്തിലൊക്കെ അല്ലാഹുമ്മ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന ദുആകളിൽ കാണാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ ബിർ വൽ അഫാഫ വൽ ഗിന. അതേപോലെ അല്ലാഹുമ്മ ഇന്നി സദാദ് അൽ ഹുദ വസ്സദാദ്, ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ ദുആകളാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹ്ദിനി റസൂലുള്ളാഹി ദുആ ചെയ്യാറുണ്ട്. അതേപോലെ ധാരാളം ദുആകൾ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വൽ അർദ്, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി, അത് പിന്നെ അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകാഈല വ ഇസ്രാഫീൽ ഫാത്തിറ സമാവാതി എന്നുണ്ട്. പിന്നെ വഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ഇന്നക തഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം തുടങ്ങിയിട്ടൊക്കെ ദുആകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്തിന് വേണ്ടി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.